മോട്ടോർ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ വെള്ളമെടുക്കുന്നില്ല. അങ്ങനെ ബോർവെൽ മോട്ടോർ പുറത്തെടുത്തപ്പോൾ കണ്ട കാഴ്ച. ഇതെന്താ സംബന്ധിച്ച പ്രശ്നം? അതായത് ഈ സാധനം കൊടുക്കേണ്ടതിന് ഇതിന് ഒരു റെഡ്യൂസും ഒരു ബുഷും ഇട്ടിട്ട് എക്സിനിപ്പ് ഇട്ടിട്ട് കൊടുത്തിട്ടാണ്. ഇതിൻ്റെ ആവശ്യമില്ല. ഇത് GI ആണ്. വെള്ളത്തിൽ കിടന്ന തുരുമ്പായി പോകും. നമുക്കിതാണ് വേണ്ടത്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കിടന്ന സാധനം ഇതിന് പകരമായിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്തിട്ടുണ്ട്. അത് കാരണം ഇപ്പോൾ പൈപ്പ് ഊരിപ്പോകുന്നു. എത്ര ബുദ്ധിമുട്ടുണ്ട് ഇത് വലിച്ചു കയറ്റാൻ. നിങ്ങൾ ചെയ്യുമ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ സാധനങ്ങൾ തന്നെ മേടിച്ചിടാൻ ശ്രമിക്കുക. ഇതാണ് നമ്മളെ ബോർവെല്. അതായത് ഇത് 3 ഫേസ് മോട്ടറാണ്. 5 HP 3 HP. അപ്പോൾ ഇതെന്ന് വെച്ചാൽ മേലെ വാർപ്പാണ്. ഇത് അത്രയും കണ്ണിങ്ങിലാണ് നമ്മളത് പുറത്തെടുക്കുന്നത്. കാരണം തൊട്ട് എന്നിട്ട് ഈ മോട്ടറൊക്കെ അതേമാതിരി നല്ല ഒരു ഇതിൽ ഫിറ്റ് ചെയ്യണ്ടേ. ഇതൊരു തോന്നിയ മാതിരി ഫിറ്റ് ചെയ്തിട്ടാണ് ഇറക്കി വിട്ടിരിക്കുക. അപ്പം ഇതിൻ്റെ കയറൊക്കെ കെട്ടിയിരിക്കണല്ലേ, ഇങ്ങനെ നല്ല കയറ് കെട്ടുക. അപ്പോൾ ശരിക്കും ഒതുക്കി നല്ല വൃത്തിയിൽ കെട്ടണം. ഇപ്പോൾ പുതുതാത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് 3 മാസമായിട്ടുള്ളൂ. അപ്പോൾ അതൊരു അറിയാത്ത ആളാണ് ഫിറ്റ് ചെയ്തത്. അപ്പോൾ ആ ഫിറ്റ് ചെയ്തതിൻ്റെ ഗുണമാണ് ഇപ്പോൾ ഈ കണ്ടത് നമ്മൾ. കാരണം ഇത്രയും റിസ്ക് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇറക്കിയിട്ട് ഈ സാധനം പുറത്തെടുക്കുക പറഞ്ഞാൽ അതിലും വലിയ റിസ്ക്കാണ്. അപ്പോൾ മെഷീന് പുറത്തിട്ടിട്ടാണ് അല്ലേ? മെഷീൻ നമ്മൾ പുറത്ത് വെച്ചിട്ടാണ് നമ്മളിതിനെ എടുത്തത്. ഇത് മാറ്റിയിട്ട് നമ്മൾ ഓസ്കോളർ തന്നെ HD ഓസ്കോളർ SS ഡയറക്റ്റ് ഫിറ്റ് ചെയ്യാണ്. എന്നിട്ട് അതിന് നമ്മൾ ഓസ് കൊടുക്കുന്നത് GI ഒക്കെ മാറ്റിയിട്ട്. അതെ GI മാറ്റിയിട്ട് നമ്മൾ ഇത് കൊടുക്കുകയാണ്. ഈ ഒരൊറ്റ സാധനം കൊടുക്കേണ്ട ഇത് ചെയ്തിരിക്കുന്നത്. ഇത്രയും ഫിറ്റിങ്സ് ഒക്കെ ഇട്ടിട്ട് ചെയ്തിരിക്കുന്നത് അത് GI ആണ്. GIയിലെ ത്രെഡ് ഒക്കെ ഇപ്പം തന്നെ തുരുമ്പായി പോയിക്കണം. അത് ഇത് മോട്ടർ ഇതിൽ ഇറക്കിയിട്ട് അധികം ആയിട്ടില്ല. 500 അടി ഉണ്ട് മോട്ടർ. 500 അടിയിലുള്ള മോട്ടർ അല്ലേ? അതെ 500 അടിയിലേക്കാണ് ഈ GI താഴേക്ക് ഞാൻ ഓസ്കോളർ കൈ പിടിച്ചത് കയറ്റി കാണിച്ചു കൊടുക്കും. അതിലേക്കൊന്ന് കയറ്റി വെക്ക്. അല്ല സിമ്പിളാണ്. ഈ സാധനം കയറ്റിയാൽ മതി. ആദ്യം തന്നെ ഇത് ചെയ്താൽ ഈ വിഷയം വന്നിട്ടില്ല. അതിന് വേണ്ടിയിട്ട് മുതലാളിക്ക് എത്ര നഷ്ടം? ഇത് ഇറക്കാനുള്ള ബുദ്ധിമുട്ടാണ്. ഇതിലേക്ക് അപ്പുറം ഇത് കയറ്റാനുള്ളത്. ഇത് മോട്ടർ വല്ല ഇതിനകത്ത് ജാമ വല്ലതും കഴിഞ്ഞാൽ മോട്ടർ നമ്മൾ പൊക്കിയെടുക്കണമെങ്കിൽ എന്ത് ചെയ്യും? വളരെ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. ബോർവെല്ല് പുറത്താക്കിയിട്ട് മോട്ടോർ ഷെഡ് കെട്ടാൻ ശ്രമിക്കുക. കാരണം ബോർവെല്ല് ഇതിനകത്ത് കെട്ടിക്കഴിഞ്ഞാൽ മോട്ടർ പൊക്കാനും മോട്ടറിന് വല്ല ഉള്ളിൽ ജാമൊക്കെ കഴിഞ്ഞാൽ എടുക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അത്രയും മുക്കാലി വെക്കാനൊക്കെ ഇതിനകത്ത് ചെയ്താലൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബോർവെല്ല് എപ്പോഴും പുറത്താക്കുക. ഷെഡ് വേറെ സെപ്പറേറ്റ് വേറെ കെട്ടുക. അപ്പോൾ ഈ ഇറക്കാനുള്ള ബുദ്ധിമുട്ടാണ് കാണുന്നത്. അതെ